ഹായ് ആം ആദി. ഞാൻ മമ്പറ സ്കൂളിലെ ഒരു +2 സ്റ്റുഡൻ്റാണ്. ഇവിടെ റേസിൽ വെച്ചാണ് ഞാൻ എൻ്റെ ജെയ് പ്രിപ്പറേഷൻ തുടങ്ങിയത്. ഇക്കഴിഞ്ഞ ജെയ് എക്സാം എനിക്ക് വളരെ നന്നായിട്ട് തന്നെ എഴുതാൻ സാധിച്ചിരുന്നു. സോ റേസിൽ നിന്ന് എനിക്ക് കിട്ടിയ ജെയിൻ്റെ കോച്ചിങ് ഒക്കെ നന്നായിരുന്നു. സോ എനിക്ക് ചെറുപ്പം മുതലേ ഇഷ്ടമുള്ള വിഷയമാണ് മാത്സ്. സോ മാത്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽഡിൽ പോകണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. സോ ഈ +2 പഠിച്ചുകൊണ്ട് തന്നെ ഫസ്റ്റ് ചാൻസിൽ തന്നെ IIT-യിൽ ഒരു CSE പഠിക്കണം തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം. സോ അതിനുവേണ്ടി ഞാൻ എൻ്റെ പരമാവധി പെർഫോം ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റെ പ്രിപ്പറേഷനിലേക്ക് വരികയാണെങ്കിൽ ഞാൻ സ്കൂളിലേക്ക് അധികം ഫോക്കസ് ചെയ്തിട്ടുണ്ടായില്ല. ജസ്റ്റ് സ്കൂളിൽ പോവും, അവിടുന്ന് ക്ലാസ്സിലേക്കും വരും. മെയിൻലി ഞാൻ ജെയ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി ജെയ് ബേസ്ഡ് തന്നെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. സോ ഞാൻ ഉപയോഗിച്ച ബുക്സും പ്രിപ്പറേഷനും ഒക്കെ പറയുകയാണെങ്കിൽ ഞാൻ മെയിൻലി PYQs ആണ് സോൾവ് ചെയ്തത്. PYQs ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്ററിൻ്റെയും ലാസ്റ്റ് 20 ഇയേഴ്സിലുള്ള PYQs ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് അതിൻ്റെ ഒപ്പം റേസിൽ നിന്നുള്ള മൊഡ്യൂൾസ് ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബുക്സ് ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് ആ എക്സാമിന് ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്. ഞാൻ റേസ് ചൂസ് ചെയ്യാനുള്ള കാരണം എൻ്റെ ലൊക്കാലിറ്റി തന്നെ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ റേസ് ആയിരുന്നു. കൂടാതെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു റേസ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. റേസിൽ നിന്ന് എനിക്ക് നല്ല സപ്പോർട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. മീൻസ് എപ്പോൾ ഡൗട്ട് ഉണ്ടായാലും ഇവിടുന്ന് ഡൗട്ട് തീർക്കാൻ ഇവിടുത്തെ ടീച്ചേഴ്സ് എപ്പോഴും വില്ലിങ് ആയിരിക്കും. ഇനി എൻ്റെ ഒരു പഠിക്കുന്ന രീതി എന്ന് വെച്ചാൽ മീൻസ് എനിക്കിപ്പോൾ ഒരു ചാപ്റ്റർ ടഫ് ആണെങ്കിൽ ഞാൻ അധികം ചെയ്യരുത്. അതിൻ്റെ ഏറ്റവും ബേസിക്സ് തൊട്ട് NCERT വായിക്കും. അതിൻ്റെ ഏറ്റവും ബേസ് ലൈനിൽ നിന്ന് പഠിക്കും, കൺസെപ്റ്റ് മനസ്സിലാക്കി. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ ഏറ്റവും ടഫസ്റ്റായ ക്വസ്റ്റ്യൻസ് തന്നെ സോൾവ് ചെയ്യാൻ നോക്കും. മീൻസ് അധികം ടഫ് അല്ല, മീൻസ് ബേസിൽ നിന്ന് തുടങ്ങി നല്ലൊരു ഹൈ ലെവൽ സോൾവിങ് ഞാൻ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ പിന്നെ ആ ചാപ്റ്ററിൽ നിന്ന് ഒരു ടഫ് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്ക് അതിൻ്റെ കൺസെപ്റ്റ് അറിയായിരിക്കും. മെയിൻലി നമുക്ക് എന്തായാലും അത് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ആ മെത്തേഡ് വർക്കാണെന്നൊന്നുമില്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു എക്സാം സ്ട്രാറ്റജിയും പഠിക്കേണ്ട രീതിയൊക്കെ റെഡിയാക്കി തന്നെ നിങ്ങൾക്ക് ഈ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് നിങ്ങൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എഴുതുക എന്നുള്ളത്. നമ്മുടെ റേസ് തന്നെ നമുക്ക് ഒരു വെബ്സൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഒരുപാട് എക്സാംസ് ഉണ്ട്. നമുക്ക് ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെയുള്ള ഷിഫ്റ്റ് വന്നാലും അതിന് കണക്കായ എക്സാംസ് അതിൽ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സോ റേസിൽ നിന്ന് എനിക്ക് കിട്ടിയ ഈ CBTയുടെ സപ്പോർട്ട് വളരെ നന്നായിരുന്നു. സോ ഓൾ ദി ബെസ്റ്റ്.